ഞാൻ റിവ്യൂ ഒന്നും നടത്തിയിട്ടില്ല. എൻ്റെ റിവ്യൂ ഞാൻ പ്രചരണത്തിന് നടക്കുന്ന സമയത്ത് തന്നെയാണ് എൻ്റെ റിവ്യൂ നടന്നിട്ടുള്ളത്. പാർട്ടി റിവ്യൂ നടത്തിയിട്ടുണ്ട്, അതിൻ്റെ ഒരു ഫുൾ ടെക്സ്റ്റ് വന്നിട്ടില്ല. എങ്കിലും അവർക്കുണ്ടായിരുന്ന ആത്മവിശ്വാസം ഇരട്ടിയായി എന്ന് തന്നെയാണ് ഇന്നലെ രാത്രി എൻ്റെ ചാർജ് ഉണ്ടായിരുന്ന വിനോദ്ജി ആയാലും ഉണ്ണികൃഷ്ണൻ മാഷായാലും പിന്നെ ഓരോ മണ്ഡലത്തിൻ്റെയും ചാർജ് ഉണ്ടായിരുന്ന സദാനന്ദൻ മാസ്റ്റർ അടക്കമുള്ള എല്ലാവരും വിളിച്ച് അറിയിച്ചിട്ടുള്ളത്. നമുക്ക് അതല്ലല്ലോ പ്രധാനം. ജനങ്ങളുടെ തീരുമാനത്തിലേക്ക് നയിക്കുന്ന അവരുടെ ജീവിതത്തെയും അവർ തിരഞ്ഞെടുക്കുന്ന വ്യക്തിയുടെയും ഒരു ടെമ്പറിനെ സംബന്ധിച്ച് ഇന്ന് നിലവിലുള്ള രാഷ്ട്രീയ അവസ്ഥയെക്കുറിച്ച് സൂചനകൾ നൽകിയെങ്കിലും വിമർശനാത്മകമായ രീതിയിൽ അല്ലെങ്കിൽ മോശമാക്കുന്ന രീതിയിൽ ഒന്നും പറഞ്ഞിട്ടില്ല, സത്യം പറഞ്ഞിട്ടുണ്ട്. ആ പശ്ചാത്തലത്തിൽ അവർ അവരുടെ സമ്മതിദാനം സമ്മാനിച്ചു കഴിഞ്ഞിരിക്കുന്നു. അത് പെട്ടിക്കുള്ളിലുണ്ട്. അത് പുറത്തു വരുന്നത് വരെയും നമുക്കിങ്ങനെ പിന്നെ ട്രോളുകൾ സൃഷ്ടിക്കാൻ വേണ്ടിയുള്ള താൽക്കാലിക മെറ്റീരിയൽ മാത്രമാണ് ഇനി ജൂൺ 4-ാം തീയതി ഒരു ഉച്ചവരെയെങ്കിലും നമുക്ക് സാധ്യമാകുന്നത്. അത് മാത്രമേ. അന്നിങ്ങനെ പറഞ്ഞല്ലോ, എന്നിട്ടിപ്പോൾ എന്തായി? അന്ന് ഇത്രയല്ലേ പറഞ്ഞുള്ളൂ, അന്ന് ഇത്രയും പറഞ്ഞല്ലോ, അതിൽ നിന്ന് കുറഞ്ഞു പോയല്ലോ, എന്തിനാ ഇതൊക്കെ അല്ലേ? അപ്പോൾ വരട്ടെ. ജൂൺ 4 വരട്ടെ. അല്ല, അതൊന്നും നമ്മുടെ ഒരു വ്യാകുലതയാവാൻ പാടില്ല. ഞാൻ ഒരു തികഞ്ഞ ഈശ്വര വിശ്വാസിയായതുകൊണ്ട് ഇതിനെല്ലാം മേലെ ഒരു ഈശ്വരൻ്റെ ശക്തിയുണ്ട്. അത് കാക്കും എന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. ക്രോസ് വോട്ടിങ്ങിനെ സംബന്ധിച്ച് ജനങ്ങൾക്കും നല്ല ബോധം 2019 റിസൾട്ടിൽ നിന്ന് ഒരു പഠനം അവർക്കും ഉണ്ടായി എന്ന് കരുതിക്കോളൂ. ഞാൻ വ്യക്തമായി അന്നേ പറഞ്ഞു, ഒരു കാക്കിയിട്ട ഉദ്യോഗസ്ഥനും മുകളിൽ നിന്ന് ഉത്തരവ് കിട്ടാതെ ഒരു നീക്കത്തിനും തയ്യാറാവില്ല. ഒരു കാക്കിയിട്ടയാളും, അത് DGP ആണെങ്കിൽ പോലും വ്യക്തമായ ആഭ്യന്തര വകുപ്പിൻ്റെ അതുപോലെ തന്നെ തൃശ്ശൂരുമായി ആ ഭരിക്കുന്ന ഗവൺമെൻറ്റിൻ്റെ ആഭ്യന്തര വകുപ്പിൻ്റെ മേൽ സ്വാധീനം ചെലുത്താൻ കഴിയുന്ന തൃശ്ശൂരിൻ്റെ പശ്ചാത്തലത്തിലും തൃശ്ശൂർ പൂരത്തിൻ്റെ പശ്ചാത്തലത്തിലും ഇവിടുത്തെ ലോക്കൽ ലീഡർഷിപ്പ് അടക്കമുള്ളവർ നൽകുന്ന റിപ്പോർട്ട് അനുസരിച്ചുള്ള നിർദ്ദേശം ഗവൺമെൻറ് തലത്തിൽ വരുന്നത് മാത്രമേ കാക്കിയിട്ടവരായാലും ശരി തന്നെ, ഇപ്പോൾ ഞങ്ങളുടെ ഭരണാധികാരിയായാലും അങ്ങനെ ഒരു നീക്കത്തിലേക്ക് പോകുന്നത് അങ്ങനെയുള്ള നിർദ്ദേശത്തിൻ്റെ. അപ്പോൾ പിന്നെ ശിക്ഷ ആർക്കാണ് എന്ന് ഞാൻ ചോദിക്കും. ആർക്കൊക്കെയാണ് എന്ന് വേണമെങ്കിൽ നിങ്ങൾ അതിനകത്ത് കമ്മീഷണറേയും വേണമെങ്കിൽ പെടുത്തിക്കൊള്ളൂ. പക്ഷേ അങ്ങനെ വെറുതെ കാക്കിയിട്ടവനെ മാത്രം ചൂണ്ടി ഇല്ലായ്മ ചെയ്യുന്നത് സമൂഹത്തിനിടയിൽ അവർ നിർദ്ദേശങ്ങളാണ് അനുസരിക്കുന്നത്. ആ നിർദ്ദേശം സിനിമയിൽ നമ്മൾ കാണിച്ചിട്ടുണ്ട്. പുല്ലുപോലെ വലിച്ചെറിഞ്ഞിട്ട് ജനങ്ങളുടെ പക്ഷത്ത് നിൽക്കുന്ന ന്യായമായ കാര്യം ചെയ്യുന്ന ഉദ്യോഗസ്ഥരെയും നമുക്ക് നല്ല പരിചിതമാണ്. സമൂഹത്തിലുണ്ട് അങ്ങനെയുള്ള ആൾക്കാർ. അപ്പോൾ സിനിമയിൽ അത് കാണിക്കുമ്പോൾ ജനം കൈയടിക്കുന്നുണ്ടെങ്കിൽ ജനങ്ങൾക്ക് അഭികാമ്യതയും ജനങ്ങളുടെ മോഹവും ജനങ്ങളുടെ താല്പര്യവും അങ്ങനെയുള്ള ഉദ്യോഗസ്ഥരെ. ജനാധിപത്യത്തിൽ ജനപക്ഷത്ത് രാഷ്ട്രീയക്കാർ മാത്രമല്ലല്ലോ ആവേണ്ടത്, ഉദ്യോഗസ്ഥരും ആവണം അല്ലേ? കരുവന്നൂരൊക്കെ അതുകൊണ്ടല്ലേ ഉണ്ടായത്. ഉദ്യോഗസ്ഥൻ്റെ ഒരു വീഴ്ച, ആ ഉദ്യോഗസ്ഥൻ ആര്? ആ ഉദ്യോഗസ്ഥൻ കെൽപ്പുള്ളയാളാണ്. പഠിത്തം മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല. ജനങ്ങളുമായിട്ടുള്ള ബന്ധം എന്ന് പറയുന്നത് നിലനിർത്തിക്കൊണ്ട് പോകുന്നതിന് സമൂഹത്തിലെ അസന്തുലിതാവസ്ഥ എന്ന് പറയുന്നത് സൃഷ്ടിക്കപ്പെടാതിരിക്കാനുള്ള ഒരു മാനസിക ടിമ്പറുള്ള ആൾക്കാരായിരിക്കണം ജനങ്ങളുടെ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. അത് ചോദ്യം ചെയ്യപ്പെടുന്ന അവസ്ഥയുണ്ടെങ്കിൽ ശിക്ഷ, അത് ഭരണം നൽകിയില്ലെങ്കിൽ
ഭരണത്തിനും ചേർത്താണ് ശിക്ഷ നൽകേണ്ടതെങ്കിൽ അത് കോടതി അതിനകത്ത് കൃത്യമായിട്ട് ഇടപെടും. എനിക്കറിയത്തില്ല. ഞാൻ ആദ്യം മുതലേ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ എൻ്റെ സ്ഥാനാർത്ഥികളുടെ പേര് ഞാൻ ഇതുവരെ പറഞ്ഞിട്ടില്ല. സഹ സ്ഥാനാർത്ഥികൾ അല്ലേ, മുരളിച്ചേട്ടൻ എന്ന് മാത്രം അത് പേഴ്സണലായിട്ടുള്ള റെഫറൻസിൽ പറഞ്ഞിട്ടുണ്ട്. അതും മുരളിച്ചേട്ടൻ എന്നുള്ള സ്ഥാനാർത്ഥിയുടെ പേരല്ല, ഒരു റെഫറൻസ്. അല്ലാതെ ഞാൻ പേരുകൾ പോലും പറഞ്ഞിട്ടില്ല. ഞാൻ ആരാണ് എൻ്റെ കൂടെ മത്സരിക്കുന്നതെന്ന് എനിക്കിപ്പോഴും കൃത്യമായിട്ട് എത്ര പേരുണ്ടെന്ന് എനിക്കറിയത്തില്ല. ഞാൻ നോക്കിയിട്ടില്ല. അത് നോക്കേണ്ടത് എൻ്റെ ജോലിയല്ല. ആരൊക്കെയാണ് ശക്തി പ്രാപിച്ചു വരുന്നത്, ആരെയാണ് ഞാൻ നോക്കിയിട്ടില്ല. ഞാൻ എന്നെ അവതരിപ്പിച്ചു. ഞാൻ നിങ്ങളുടെ ജനപ്രതിനിധി ആവുന്നതിന് എൻ്റെ പക്ഷത്തു നിന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്ന കരുത്തെന്താണ്, എന്നെ നിങ്ങൾ നിയോഗിച്ചാൽ നിങ്ങൾക്കതുകൊണ്ട് ഉണ്ടാകാവുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണ്, ഇത് മാത്രമാണ് ഞാൻ ചർച്ച ചെയ്തു പോയത്. അതവരുടെ മൂളയിൽ അവർ ചിന്തയ്ക്ക് വകയാക്കി എടുത്താൽ ഉറപ്പായിട്ടും നല്ല നിശ്ചയമുണ്ടാവും എന്ന് പറയുന്ന വിശ്വാസത്തിലാണ് പോയിരിക്കുന്നത്. ഇത് ആരൊക്കെ എൻ്റെ മുന്നേ കയറി, അതിനൊന്നും ഒരു പ്രസക്തിയില്ലെന്ന് അല്ലേ. പിന്നെ ജനാധിപത്യ സംവിധാനത്തിൽ അതൊരു വലിയ അപമര്യാദയായിരുന്നു. 4-5 പേര് മത്സരിക്കുമ്പം അവരാരുമില്ല, ഞങ്ങൾ 2 പേരേ ഉള്ളൂ എന്നൊക്കെ പറയുന്നത് തന്നെ ഒരു ഡെമോക്രാറ്റിക് മാൻഡേറ്റിന്റെ അപ്പീൽ ഘട്ടത്തിൽ അപമര്യാദയാണ്, നിയമവിരുദ്ധമാണെന്ന് ഞാൻ പറയും. യു ഹാവ് നോ റൈറ്റ്. അത് തെറ്റാണ്. എല്ലാവരും നിയമമനുസരിച്ച് നോമിനേഷൻ കൊടുത്ത് ആ നോമിനേഷന് മര്യാദ കിട്ടി ആ മര്യാദയുമായി മുന്നോട്ട് പോകുന്നിടത്ത് ഡിസ്റെസ്പെക്ട് ഹാസ് ടു ബി ടേൺ ഡൗൺ. ചെറുത് പ്രചരണത്തിൽ ഞാൻ ഒന്ന് ചോദിച്ചോട്ടെ, എന്തൊക്കെ വാഗ്ദാനങ്ങളായിരുന്നു ഇതുപോലെ ഫ്ലെക്സിലും അതുപോലെ തന്നെ എലക്ഷൻ മാനിഫെസ്റ്റോ എന്ന് ഞാൻ പറയുന്നില്ല. ഒരു കാൻഡിഡേറ്റ് കഴിഞ്ഞ 10 വർഷം 2 കാൻഡിഡേറ്റ്സ് അതിൽ ജയിച്ചു പോയത് എന്ത് വാഗ്ദാനമായിരുന്നു അല്ലെങ്കിൽ വാക്കുകളാണ് ജനങ്ങൾക്ക് കൊടുത്തിരുന്നത്? എന്തെങ്കിലും കൊടുത്തിരുന്നു? ഞാൻ ഉടനീളം ചോദിച്ച കാര്യം, ഒരു MP എന്ന നിലയ്ക്ക് നിങ്ങൾക്ക് ജനങ്ങൾക്ക് ഗുണകരമാവുന്ന എന്തൊക്കെ ചെയ്യാൻ പറ്റും? ആയുഷ്മാൻ ഭാരത് കിട്ടാത്തവർക്ക് അത് നേടിക്കൊടുക്കാൻ സാധിച്ചോ? അതോ അത് മോദി ഉണ്ടാക്കിയ പദ്ധതി ആയതുകൊണ്ട് എൻ്റെ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ എൻ്റെ വോട്ടേഴ്സിന് അതിൻ്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞ് നിർധനരെ, ഒരുപക്ഷെ ചികിത്സയ്ക്ക് വേണ്ടി പിച്ചപ്പാളയെടുത്ത് പണമുള്ളവരുടെയും ഇല്ലാത്തവരുടെയും മുമ്പിൽ പോയി കൈനീട്ടി യാചിച്ച ഒരു വർഗത്തെ തൽസ്ഥിതിയിൽ അവരോധിച്ചു. അത് പാപമല്ല, അവരുടെ കയ്യിൽ നിന്ന് ചിലവാകുന്നതല്ലല്ലോ, അവർക്കത് ചെയ്തൂടെ? ജൽ മിഷൻ എത്ര പൈപ്പ റോഡുകളിൽ ഇറക്കിയിട്ടിരിക്കുന്ന, ഇത് ലേ ചെയ്യാനുള്ള പൈസ കൊടുത്തിട്ടില്ലേ? എന്തുകൊണ്ട് സമയബന്ധിതമായി അത് നടപ്പിലാക്കി? ഈ വേനൽക്കാലത്തെങ്കിലും എലക്ഷൻ്റെ ഒരു ഉന്നം വെച്ചെങ്കിലും എന്തുകൊണ്ട് അവരത് കഴിഞ്ഞ ഒരു സെപ്റ്റംബർ മാസം മുതൽ അത് ശക്തമായിട്ട് ഓപ്പറേഷണലാക്കിയില്ല? പൈപ്പ് ഇട്ടടത്ത് വെള്ളമില്ല, പൈപ്പ് ഇടാനുള്ളിടത്ത് ഇടാതെ മാറ്റിയിട്ടിരിക്കുന്നു. പല സ്ഥലത്തും കല്ല് വെട്ടിക്കെട്ടി കാശുണ്ടാക്കാൻ പറ്റുമെങ്കിൽ അവിടെ ആഴെ കൂടുതലിൽ പൈപ്പ് ഇടുക, ഇതിനൊക്കെ പിന്നെ വാട്ടറിന് പ്രഷർ വെക്കുക, അത് പിന്നെ പൊട്ടലിലും ചീറ്റലിലും അവസാനിക്കുക, ഇതൊക്കെയില്ല. അപ്പോൾ അതിലെ അഴിമതി, അതാരാണ് ആ അഴിമതിയുടെ ഉപഭോക്താക്കൾ? ഇത് ഒരു ജനപ്രതിനിധിയുടെ ചുമതലയല്ലേ കണ്ടെത്തി ഇതെല്ലാം വേഗം എത്തിച്ചു കൊടുക്കുക എന്നുള്ളത്. അതുപോലെ അനവധി. ഏറ്റവും വലിയ ക്രൗര്യം നടക്കുന്നത് BPL കാർഡിൻ്റെ ഡിസ്ബേഴ്സലിലല്ല. എത്ര അയോഗ്യന്മാർക്കാണ് BPL കാർഡ് ഉള്ളത്? ഇന്ന് വരെ എടുക്കാൻ പറ്റിയിട്ടുണ്ടോ ഒരു ഡേറ്റ? അതുകൊണ്ട് നിഷേധിക്കപ്പെടുന്ന, ഒരു നേരം പോലും ഭക്ഷണം കഴിക്കാത്ത, അങ്ങനെ ദാരിദ്ര്യ നിർമ്മാർജ്ജനം എന്ന് പറഞ്ഞ് നടക്കുന്ന 2 കക്ഷികൾക്കും അവരുടെ 20 MP-മാർക്കും, അങ്ങനെ 20 40 MP-മാർക്ക് സംസ്ഥാനത്തെങ്കിലും ഇടപെട്ട് BPL കാർഡിന്റെ സുതാര്യതയിൽ ഇടപെടാൻ സാധിച്ചോ? ഞാനിതൊന്നും ഇലക്ഷൻ ക്യാമ്പയിനുമായിട്ട് ബന്ധപ്പെട്ടല്ല പറയുന്നത്. ഞാൻ പറയുന്നത് അപ്പം നിരുത്തരവാദപരമായ ഒരു ജയസമാഹരണം അത് നടന്നിരിക്കുന്നു. അത് ഇത്തവണ ഉണ്ടാവില്ല, ഇതിൽ നിന്നല്ല. ഇതൊക്കെയാണ് ഓർമ്മപ്പെടുത്തിയിരിക്കുന്നത്.
ഞാൻ ഒരുപാട് സ്ഥലങ്ങളിലും എനിക്ക് വോട്ട് ചെയ്യണേ എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. നിങ്ങൾ ഇതൊക്കെ ആലോചിക്കണം. കൃത്യമായി ചിന്തിച്ചാലോചിച്ച് ഒരു തീരുമാനത്തിലെത്തി ആ തീരുമാനത്തിന് നിശബ്ദ പ്രചരണ ദിവസം നിങ്ങൾ, അതുകൊണ്ട് ഞാൻ നിശബ്ദ പ്രചരണ ദിവസം ഞാൻ ഇവിടെ എൻ്റെ മണ്ഡലത്തിൽ ഉണ്ടായില്ലല്ലോ, ഞാൻ ആരെടുത്തും പോയില്ലല്ലോ, ഞാൻ മണ്ഡലം വിട്ട് മാറിയൊന്നുമില്ല. അതിനെന്തോരം അവഹേളനമാണ് ഉണ്ടായത്? അല്ല, അതൊന്നും എനിക്ക് പ്രശ്നമല്ല. പക്ഷേ അങ്ങനെയൊന്നും പാടില്ല. അതൊന്നുമല്ല മാധ്യമ പ്രവർത്തനം. അല്ല, അതാ പറഞ്ഞ, ഞാൻ MP ആവാനാണ് വന്നിരിക്കുന്നത്. MP ആയാൽ ഒരു കേന്ദ്രമന്ത്രിയേക്കാൾ മികച്ച രീതിയിൽ വർക്ക് ചെയ്യാനുള്ള ഒരു അറ്റ്മോസ്ഫിയർ, ഒരു എക്കോസിസ്റ്റം എൻ്റെ പാർട്ടിക്കുണ്ട്. ഞാൻ ഇന്നലെയും പറഞ്ഞു, വോട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ പറഞ്ഞു. ഇതിനിടയ്ക്ക് ചോദിച്ച് 4-5 മാധ്യമ പ്രവർത്തകരെടുത്ത് പറഞ്ഞു. എൻ്റെ സമ്പാദ്യം എന്ന് പറയുന്നത് എൻ്റെ തൊഴിലിൽ നിന്നാണ്, രാഷ്ട്രീയത്തിൽ നിന്നൊട്ടുമേയില്ല. ഞാൻ രാഷ്ട്രീയത്തിൻ്റെ പേരിൽ അല്ലാതെ തന്നെ ജനങ്ങൾക്ക് കൊടുത്തെങ്കിലേ ഉള്ളൂ. അത് നമ്മളിപ്പം റെഫർ ചെയ്യാൻ പാടില്ല. എൻ്റെ കണക്കൊക്കെ വേണമെങ്കിൽ തരാം. ഇനിയിപ്പം വോട്ടൊന്നും കിട്ടത്തില്ലല്ലോ എൻ്റെ പേരിൽ, വേണമെങ്കിൽ നിങ്ങൾക്ക് പ്രചരിപ്പിക്കാം. എല്ലാ കണക്കും തരാം. അപ്പോൾ ഒരു മന്ത്രിയാവണമെന്നില്ല. എൻ്റെ പ്രധാനമന്ത്രി പറഞ്ഞതുപോലെ 350, 370, 404, 444 എത്രയായാലും അതിനകത്ത് നമ്മളൊരു കാര്യം മനസ്സിലാക്കണ്ട. അതിൽ നിന്നൊരു പാർലമെന്ററി പാർട്ടി ലീഡറെ തിരഞ്ഞെടുത്ത് ആ ലീഡറും പാർട്ടിയുടെ മറ്റ് നേതാക്കളും മെറിറ്റ് പരിശോധിച്ച്, പൊളിറ്റിക്കൽ സീനിയോറിറ്റി പരിശോധിച്ച്, പിന്നെ നമുക്ക് ജാതി സമവായങ്ങളെല്ലാം പരിഗണിച്ച് അങ്ങനെ ഒന്നല്ലേ എല്ലാവരും സൃഷ്ടിക്കുന്നു. അത് നമ്മുടെ ജനാധിപത്യത്തിൻ്റെ ഒരു ഭാഗമായി പോയില്ല. അപ്പം ആ രീതിയിലെല്ലാം പരിഗണിച്ച് വരും. പക്ഷെ അതിനകത്ത് അവസാനത്തെ ടേക്കർ ഞാനായിരിക്കും. ഐ വിൽ ബി ദ ലാസ്റ്റ് ടേക്കർ ഓർ ടു പുട്ട് എ സ്റ്റേക്ക്. നോ, അതിനല്ല ഞാൻ വന്നിരിക്കുന്നത്. എനിക്കാവശ്യം, ഞാൻ എൻ്റെ പ്രധാനമന്ത്രിയോടും രാജ്യരക്ഷാമന്ത്രിയോടും ഗൃഹമന്ത്രിയോടും പറഞ്ഞിരിക്കുന്നത്, എന്നെ എൻ്റെ സിനിമാ പ്രവർത്തനത്തിന് എനിക്കൊരു ഈസ് തരണം 2 വർഷത്തേക്ക് എന്ന് പറഞ്ഞാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഒരു 6 മാസം മുമ്പ് വരെയെങ്കിലും എനിക്ക് ആ ഒരു ഈസ് പീരീഡ് കിട്ടണം. കിട്ടി എനിക്ക് സിനിമയും ചെയ്യണം. ഞാനിപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുന്ന ചില പ്രവർത്തനങ്ങളുണ്ട്, അതിനും എനിക്ക് പണം വേണം. അപ്പം അതെനിക്ക് ചെയ്യാൻ സാധിക്കണം. പകരം ഞാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്, ഒരു മന്ത്രി എന്ന നിലയ്ക്ക് ഞാൻ കേരളത്തിൽ എന്തൊക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്നു അതിൻ്റെ ഒരു 25% സാധ്യമാക്കി തരുന്ന 5 വകുപ്പുകൾ ഞാൻ മനസ്സിൽ കോറിയിട്ടിട്ടുണ്ട്. ആ 5 വകുപ്പ് മന്ത്രിമാര്, ഒന്ന്, ജനാധിപത്യ വ്യവസ്ഥിതിയിൽ ചിലപ്പോൾ അത് ഒരു ഉത്തരവാദിത്വമുള്ള പ്രയോഗമാവില്ല, എങ്കിലും ഞാൻ പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ്, ആ 5 വകുപ്പുകളുടെ ക്യാബിനറ്റ് മന്ത്രിമാര് ചൊൽപ്പടിക്ക് വിട്ടുതരണം. ചൊൽപ്പടി എന്ന് പറയുന്നത് എൻ്റെ ജനങ്ങളുടെ ചൊൽപ്പടിയാണ്, എൻ്റെ വോട്ടേഴ്സിൻ്റെ ചൊൽപ്പടിയാണ്. എനിക്ക് തൃശ്ശൂരിന് വേണ്ടി അവർ എന്നെ തിരഞ്ഞെടുത്തു എന്ന് ഞാൻ വിശ്വസിക്കില്ല. തിരഞ്ഞെടുക്കപ്പെട്ടാൽ കേരളത്തിന് വേണ്ടി എന്ന് തന്നെയാണ്. ഇലക്ഷൻ കഴിഞ്ഞല്ലോ, ഇനിയിപ്പോൾ ഇതിൻ്റെ പേരിൽ വോട്ടൊന്നും വരില്ലല്ലോ. അതുകൊണ്ട് തുറന്നു പറയുന്നത്, കേരളത്തിന് വേണ്ടി വർത്തിക്കുന്ന ഒരു തിരഞ്ഞെടുക്കപ്പെട്ട ആളായിരിക്കും ഞാൻ. ഈ ശവക്കല്ലറയെന്നൊന്നും ആരും വന്ന് വോട്ട് ചെയ്തിട്ടില്ലല്ലോ അല്ലേ? അതാണല്ലോ അവരുടെ പാരമ്പര്യം. വർഷങ്ങളായിട്ട് അതല്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പോയി കളക്ടറോട് ലിസ്റ്റ് ചോദിക്കുക. ലിസ്റ്റിലുള്ളവർ വോട്ട് ചെയ്യാനുള്ള അവകാശമുണ്ട്. അതാണ് ജനാധിപത്യം പറയുന്നത്. ലിസ്റ്റ് അംഗീകരിച്ചതാണ്, വോട്ട് ചെയ്തേ പറ്റൂ. അവർ വോട്ട് ചെയ്യണം. അതിലാരൊക്കെ വോട്ട് ചെയ്തു? അവർ 2 വോട്ട് ചെയ്തു. തൂക്കിക്കൊല്ലോ അവരെ, ഏത് പാർട്ടിയായാലും തൂക്കിക്കൊല്ലാൻ വിധിക്കൂ. മേക്ക് ഇറ്റ് എ ക്രൈം. അവർ 2 സ്ഥലത്ത് വോട്ട് ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കൂ. ഇതിപ്പോൾ എൻ്റെ സ്വന്തം വീടല്ല, ഞാൻ വാടകയ്ക്കാണ് താമസിക്കുന്നത്. ഞാൻ കഴിഞ്ഞ 4 വർഷമായിട്ട് ഇവിടെയാണ് താമസിക്കുന്നത്. അന്വേഷിച്ചോളൂ, അയൽവക്കത്തൊക്കെ അന്വേഷിച്ചോളൂ.
എൻ്റെ ഡ്രൈവറും എൻ്റെ അസിസ്റ്റൻറ്റും എല്ലാം ഇവിടെയാണ് താമസിക്കുന്നത്. മുകളിലാണ് അവരുടെ മുറി. അത് എൻ്റെ ഹൗസ് ഓണറോട് ചോദിച്ചോളൂ. ഞാൻ അവരെ ഔട്ട് ഹൗസിൽ താമസിപ്പിക്കുന്ന ആളല്ല. എന്നെപ്പോലെ തന്നെ AC ഉള്ള ബെഡ്റൂമിലാണ് അവർ താമസിക്കുന്നത്. അതൊന്നും എനിക്കറിയത്തില്ല. അതെൻ്റെ ജോലിയല്ലല്ലോ. ഞാൻ പറഞ്ഞില്ലേ, ഇലക്ഷനെ സംബന്ധിച്ച് ഒരു സ്ഥാനാർത്ഥി എന്തൊക്കെ ചെയ്യണോ അതിൻ്റെ പരമാവധി ഞാൻ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്, ന്യായമായി. അല്ല, അതൊന്നും എൻ്റെ ജോലിയല്ല. അതെല്ലാം പാർട്ടിയുടെ പ്രവർത്തകരുടെ ജോലിയാണ്. 2 സ്ട്രാറ്റജി ഉറപ്പായിട്ടും പറഞ്ഞു. വോട്ട് ചെയ്യാതിരിക്കുന്ന ഒരു സമൂഹമുണ്ട്. അവരിത്തവണ വോട്ട് ചെയ്യാൻ ഇറങ്ങണം. കഴിഞ്ഞ 5 ഇലക്ഷനെങ്കിലും വോട്ട് ചെയ്യാത്ത വീടുകൾ തപ്പിപ്പിടിച്ച് പോയി അവര് ആർക്ക് വേണേ വോട്ട് ചെയ്തോ, പക്ഷെ നിങ്ങൾ വോട്ട് ചെയ്യും. ഇതൊരു സ്ട്രാറ്റജിയാണ്. അത് കണിശമായിട്ടും പറഞ്ഞു. അത് തന്നെയല്ലേ ഇപ്പൊ കാശ് കൊടുത്തോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സംവിധാനത്തിലൂടെ സെലിബ്രിറ്റീസിനെ കൊണ്ട് ജനങ്ങളോട് പറയുന്നത് നിങ്ങൾ വോട്ട് ചെയ്യണം പറഞ്ഞില്ല. അത് ചെയ്തു. പിന്നൊന്ന്, പുതിയ വോട്ടേഴ്സിന് ജനുവരി മാസമെങ്കിലും 18 വയസ്സ് തികയുന്ന പുതിയ വോട്ടേഴ്സിനെ തെരഞ്ഞുപിടിച്ച് അവരെ വോട്ടേഴ്സ് ലിസ്റ്റ് കൊണ്ടുവരണം. ഇത് രണ്ടും നിർദ്ദേശം കൊടുത്തത് തന്നെയാണ്. അത് 2 വർഷം മുമ്പ് കൊടുത്ത നിർദ്ദേശമാണ്. അത് അനീഷ് നല്ല മര്യാദയ്ക്ക് ചെയ്തിട്ടുണ്ട്, പരമാവധി ചെയ്തിട്ടുണ്ട്. മറ്റുള്ളവരും ചെയ്തിട്ടുണ്ടാവും അല്ലേ, അവർ മോശക്കാരൊന്നുമല്ല. അത് ഈ എനിക്ക് തോന്നുന്ന സ്ഥിരം വരുന്ന സർക്കാർ ഉദ്യോഗസ്ഥര് അവരിതിനകത്ത് ഭയങ്കര എന്താണ് ട്യൂണിങ് ഉള്ള ആൾക്കാരാണ്. ഇതിപ്പോൾ അവരിൽ പലരും ലീവ് എടുക്കുകയോ അല്ലെങ്കിൽ പിന്നെ സ്കൂളിൽ ഇൻവിജിലേഷൻ നടക്കുകയോ ഒക്കെ ചെയ്യുന്നതിൻ്റെ പശ്ചാത്തലത്തിൽ പലരും ഇതിനകത്ത് മാറി നിന്നതിൻ്റെ പേരിൽ പുതിയ, എനിക്ക് തോന്നുന്നു ഒരു പരിചയവും ഇല്ലാത്ത, പെട്ടെന്ന് അങ്ങോട്ട് ഇത് അഡാപ്റ്റ് ചെയ്യാൻ പറ്റാത്ത കുറേ ആൾക്കാർ ബാങ്കിങ് മേഖലയിൽ നിന്നൊക്കെ കൊണ്ടുവന്നിട്ട്, അതാണ് തൃശ്ശൂർ ഞാൻ കേട്ടത്. പക്ഷേ കളക്ടർ അതിനകത്ത് എനിക്ക് തോന്നുന്നു സ്പീഡപ്പ് ചെയ്യാൻ. പക്ഷെ അതൊക്കെ ഒരു ക്രിമിനൽ സിറ്റുവേഷനാണ്. കാരണം അതികഠിനമായ ചൂട്. നിങ്ങൾ വോട്ടേഴ്സിനെ, ഇലക്ഷൻ കമ്മീഷൻ സെലിബ്രിറ്റീസിനെ വെച്ച് പറഞ്ഞ് ഇവരെ ക്ഷണിക്കുകയാണ്. എത്ര ചെയർ ഇട്ടിട്ടുണ്ടായിരുന്നു വയസ്സായവർക്ക് ഇരിക്കാൻ? വെള്ളം എത്ര വെച്ചു? വെള്ളം ഒന്ന് എടുത്തു കൊടുക്കാൻ ആളിനെ വെച്ചിട്ടുണ്ടായിരുന്നു. അവർക്ക് തണലില്ലെങ്കിൽ തണലൊരുക്കാൻ ആളുണ്ടായിരുന്നു. രാജ്യത്തിന്റെ ഏറ്റവും വലിയ അഡ്മിനിസ്ട്രേഷണൽ സംവിധാനമാണ് ഇലക്ഷൻ എന്ന് പറയുന്നത്. അതിൽ വോട്ട് ചെയ്യാൻ വരുന്ന ജനങ്ങൾക്ക് എത്ര മര്യാദയാണ് കൊടുക്കാൻ സാധിച്ചത്? അവര് 2 മിനിറ്റ് ഒരാൾക്ക് അതിൽ കൂടുതൽ എടുക്കാൻ ഒക്കത്തില്ല. ഇപ്പൊ ഞാൻ 10ാമതായിട്ടിരുന്ന ആളാണ്. 1ാമത് വന്നു, പക്ഷെ വേറെ പലർക്കും വഴി വിട്ടുകൊടുത്തു. 10ാമതിരുന്ന ആളാണ് ഞാൻ. എത്ര മണിക്ക് അവിടെ വന്നിരുന്നു, എത്ര മണിക്ക് പോളിംഗ് തുടങ്ങി, എത്ര മണിക്കാണ് ഞാൻ വോട്ട് ചെയ്തതെന്ന് നിങ്ങൾ നോക്കൂ. ക്ലോക്ക് നിങ്ങളുടെ കയ്യിലുണ്ടല്ലോ, ഫുൾ റണ്ണിങ് ലൈവ് അല്ലായിരുന്നു അല്ലേ? നോക്ക്. ഷുഡ് ഇറ്റ് ടേക്ക് സോ മച്ച് ഓഫ് ടൈം? എല്ലാവരും ബ്രിസ്ക് ആയിരിക്കണം. ആ ഒരൊറ്റ ദിവസമേ ഉള്ളൂ. 62 ദിവസം കടന്ന് നടുപൊടിച്ച് വരുന്ന ആൾക്കാരുണ്ട്. 65 ദിവസവും ചിന്തിച്ച് തീരുമാനമെടുത്ത് ആവേശത്തോടെ വോട്ട് ചെയ്യാൻ വരുന്നവരുണ്ട്. എല്ലാവരുടെയും സമയം മാനിക്കപ്പെടണം. ഒന്നുകൂടാൻ സമ്മതിക്കരുത്, ക്യൂ കൂടാൻ സമ്മതിക്കരുത്. ആ രീതിയിൽ ഫാസ്റ്റായിട്ട് നിൽക്കണം. അല്ല, അതൊന്നും ഇല്ലാന്നോ ഉണ്ടെന്നോ പറയാൻ ഞാൻ ആളല്ല. അത് പാർട്ടിയുടെയോ അല്ലെങ്കിൽ നേതാക്കളുടെയോ തീരുമാനമാണെങ്കിൽ അതിനകത്ത് ചർച്ചയുണ്ടാവും. പിന്നെ അവർ പറയുന്നത് ഞാൻ അനുസരിക്കും. ഇന്ന് വരെ അവർ പറഞ്ഞത് അനുസരിച്ചിട്ടേ ഉള്ളൂ. ടൈറ്റ് കമ്മിറ്റ്മെന്റ്സ് അല്ല, എനിക്കിഷ്ടമുള്ള കുറച്ച് സിനിമകളുണ്ട്, അത് ചെയ്യണമെന്ന് വലിയ ആഗ്രഹം. ഭയങ്കര ഇഷ്ടമുള്ള ചില, അതിൽ ഒരു 2 മാത്രമേ ഇപ്പൊ ചെയ്യാൻ സാധിച്ചിട്ടുള്ളൂ.
പ്രത്യേകം എടുക്കാം. ഓണാണോ? പ്രത്യേകമല്ല എടുത്ത് നന്ദി പറയാനുള്ളത് വോട്ട് ചെയ്ത് കേരളത്തിലെ മുഴുവൻ സമൂഹത്തിൽ ആ എല്ലാവരുടെയും വോട്ട് എന്ന് പറയുന്നത് സത്യത്തിൽ ഈ ഒരു സംവിധാനത്തിനുള്ള ഏറ്റവും വലിയ മര്യാദ. എൻ്റെ കാര്യത്തിൽ തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിൽ വലിയ മനോവ്യതിയാനത്തോടെ വന്ന വോട്ടേഴ്സാണ് എൻ്റെ ആത്മവിശ്വാസം. വോട്ട് ചെയ്ത എല്ലാവർക്കും പ്രത്യേകം നന്ദി അറിയിക്കുന്നു. അവരെല്ലാം എൻ്റെ പ്രചരണം എന്ന് പറയുന്നത് ഞാൻ എത്താത്തിടത്ത് കൊണ്ടു ചെന്നെത്തിച്ച എൻ്റെ രാഷ്ട്രീയ കക്ഷിയുടെ പ്രവർത്തകർ, അതിൽ ഒരുപാട് പേരാണ്, കൊച്ചു കുട്ടികൾ വരെ അച്ഛനമ്മമാരോട് പറഞ്ഞു. അതെനിക്കറിയാം, പേഴ്സണലായിട്ട് അറിയാം. അങ്ങനെയുള്ള എല്ലാവരും പ്രത്യേകം ഹൃദയത്തിൽ നിന്ന് നന്ദി അറിയിക്കുന്നു. ഒപ്പം ഒരു വലിയ സമാധാന അന്തരീക്ഷം സൃഷ്ടിച്ച് അതിന് കാരണക്കാരാരൊക്കെയായാലും അവർക്കുമല്ല പ്രത്യേകം നന്ദി. 11 പേരാണോ മരിച്ചത് കേരളത്തിൽ? 11 അല്ലേ? അതെന്തുകൊണ്ടെന്നൊക്കെ ഒന്ന് അന്വേഷിക്കും. കാരണം ഇതാണ് അടുത്ത ഇലക്ഷന് ഇങ്ങനെ പോയാൽ 2 മണിക്കൂർ ക്യൂവിൽ നിൽക്കണം എന്ന് പറയുന്നതാണ് അടുത്ത ഇലക്ഷന് വോട്ടേഴ്സ് വരാതിരിക്കാൻ നെഗറ്റീവ് പബ്ലിസിറ്റി ആകും. അതിന് ശ്രമമുണ്ടോ, അതിൻ്റെ പിന്നിൽ ഗൂഢാലോചനയുണ്ടോ എന്നൊക്കെ അന്വേഷിക്കണം. താങ്ക് യു.